വീഡിയോ ഒരു ഭൂലോക ഉടായിപ്പായിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് കേട്ടോ. ദുർജനം തുപ്പുന്നു വിഷം, ചീറ്റുന്നു വിഷം, ഉഗ്രവിഷം, കരിമൂർഖനേക്കാൾ കൊടൂരമാണ് ഈ വിഷം. ബാക്കി പോരട്ടെ. നമ്മുടെ ഷാജിദയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ സാജിദാക്ക് ശേഷം ഇനി കുറ്റം പറയാൻ നിങ്ങൾ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഇവരെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഷാജിദയ്ക്ക് ശേഷം അതിന് പകരമായിട്ട് എല്ലാവരും എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. മതി, എന്നാൽ അവരെ അങ്ങ് താഴെ ഇറക്കാം. നീ കയറിയിരിക്കാൻ തയ്യാറുണ്ടോ തലയിൽ? ഇവർക്കെല്ലാം ഉള്ള പ്രശ്നം എന്താണെന്നറിഞ്ഞാലാണ് ഇനി അത്ഭുതപ്പെടാൻ പോകുന്നത്. ആ കാര്യമൊന്ന് അറിയാം. നമ്മുടെ മസ്റൂറ ബാത്തിമ എന്ന ചാനലിലെ നജ്ല എന്ന് പറയുന്ന സ്ത്രീ, ഇവർക്കെതിരെ ആരും ഒന്നും പറയില്ല കേട്ടോ. അങ്ങനെ ആരും പറയാത്തത് കൊണ്ടാണ് ചേച്ചി അങ്ങ് ഏറ്റെടുത്തതല്ലേ. പക്ഷേ നിങ്ങളുടെ സൂക്കേട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം വീഡിയോ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പട്ടി പോലും കഞ്ഞിവെള്ളം കുടിക്കാത്ത അവസ്ഥയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ ഇങ്ങനെ എടുത്ത് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആദ്യമേ തന്നെ അറിയാം ഇവർ ഭൂലോക ഉടായിപ്പാണെന്നുള്ളത്. ആദ്യമേ തന്നെ ഓവർ വിനയം കാണിക്കുക. അവിടെ നിൽക്ക് എങ്ങോട്ടാണ് പോകുന്നത്? വിനയം കാണിച്ചതാണ് ഇവർക്ക് വലിയ തെറ്റായി തോന്നിയത്. അതും ഓവർ വിനയമായി പോയത്രേ. പിന്നെ എത്ര വിനയം കാണിക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നൽകാത്തത് എന്താണ്? അതേ സഹോദരി, വിനയം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിലേക്കാണ് കൈകടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറക്കണ്ട. ഇപ്പോൾ നെജിലയാണ് താരം. നെജില ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ഒരു ഷംന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചില പ്രയാസങ്ങൾ കാണിച്ചുകൊണ്ട് അവർ ഒരു വീഡിയോ ചെയ്തു. അവർക്കൊരു ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടെന്നും അവരുടെ വീടിന് കതകില്ല എന്നുള്ള പ്രയാസവുമൊക്കെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. അത് അപ്പോഴേക്കും എടുത്തുകൊണ്ട് ഇവരെപ്പോലുള്ള നീചത്തരം മാത്രം പറയാൻ ശ്രമിക്കുന്നവർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് കുറ്റം പറയാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാണ് പൊന്നു പെങ്ങളെ ഇത്തരം വേലക്ക് നിൽക്കുന്നത്? അവർ ചെയ്തതിലെ നല്ല കാര്യത്തെ നിങ്ങളെന്താണ് കാണാത്തത്? ഒരു സഹോദരിയുടെ വിഷമമല്ലേ അവർ പറഞ്ഞത്? എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇത് ഉഡായിപ്പ് നടത്തുകയാണെന്ന് പലരും കമൻറ്റും ചെയ്യുന്നു. പക്ഷേ ഇന്നലെ കിട്ടിയ കാശ് എത്ര രൂപയുണ്ടായിരുന്നു എന്നുള്ളതും അത് ബാങ്കിൽ കൊണ്ടടച്ചതുമെല്ലാം തെളിവോടുകൂടി തന്നെ ഷംന വീഡിയോയിൽ വന്നിട്ടുണ്ട്. നജിലക്ക് പ്രയാസപ്പെടുന്നവരുടെ വേദന വ്യക്തമായി അറിയാം. കാരണം വലിയ പ്രയാസത്തിലൂടെ കടന്നു വന്നതുകൊണ്ടാണത്. ഇനി അവരെ വെറുതെ മോശമാക്കാൻ ശ്രമിക്കല്ലേ സഹോദരി. നിങ്ങൾക്ക് റീച്ച് വേണോ? നല്ലത് പറയൂ. ഇങ്ങനെയും കുറേ ആളുകളുണ്ട്. സമൂഹത്തിന് യാതൊരുവിധ നേട്ടവും ഇവരെ കൊണ്ടില്ല. ആർക്കെങ്കിലും ഒരു സഹായം അഭ്യർത്ഥന ചെയ്താൽ അവരെയും ക്രൂശിക്കാൻ നിൽക്കുന്ന ചില നീച സ്ത്രീകൾ. ഓരോരുത്തരും ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണോ ഓരോന്ന് അഭിപ്രായങ്ങൾ പറയാൻ. അല്ലാതെ പിന്നെ ഞാനും നെജിലയും ചാരിറ്റി തുടങ്ങാൻ വേണ്ടി എന്താ പറയുക, അങ്ങനെയല്ല. ഞാനും നെജിലയും കൂടിയും ഈ ഒരു ചാരിറ്റീൻ്റെ ഇതും പേരും പറഞ്ഞ് അതിന് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 40 ലക്ഷമൊക്കെ കിട്ടുകയാണെങ്കിൽ 50-50 ആയിട്ട് എടുക്കുക. ഓരോ കമൻറ്റ് വന്നാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 40 ലക്ഷം പോയിട്ട് ഒരു 40,000 രൂപ കിട്ടിയാൽ തന്നെ നമ്മളെ ബാധ്യതകൾ, നമ്മളെ പ്രശ്നങ്ങൾ ഏകദേശം തീരും. അപ്പോൾ അത്രയും വലിയ കമൻറ്റുകളൊക്കെ 40 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എവിടെ എത്തി? കാരണം എത്രയോ വ്യൂസ് പോയാൽ 100 രൂപ ചലഞ്ച് വെച്ചിട്ട് 40,000 വ്യൂസ് പോയാൽ 40,000 കിട്ടിയില്ലേന്ന്, അങ്ങനെ 40 ലക്ഷം കിട്ടിയില്ലെന്ന്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൽ എനിക്ക് ആ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ആകെ വന്ന പൈസ എന്ന് പറയുന്നത് ഈ 5,000 രൂപയാണ്. അവളെ ഒരു 100 രൂപ ചലഞ്ച് വെച്ചിട്ട് എനിക്ക് വന്നത്. ആ ഒരു പൈസയാണ് ഞാൻ അപ്പം തന്നെ രാത്രി വൈകുന്നേരം 4 മണിക്ക് 5 മണിയൊക്കെ ആയാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. രാവിലെ ആയപ്പോഴേക്കും എനിക്ക് വന്ന പൈസയാണത്. ആ രാവിലെ കിട്ടിയ പൈസ ഞാൻ അന്നേരം തന്നെ ബാങ്കിൽ പോയി അടിച്ചതാണ്. കാരണം അതിനുശേഷം നമുക്ക് പൈസയൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മളെ കയ്യിലുള്ളതും കൂടി നമ്മൾ എടുത്തു പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പം തന്നെ പോയിട്ട് ആ ഒരു പൈസ ബാങ്കിൽ അടയ്ക്കുന്നതും ഈ റെസീറ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതും. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയാണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരെങ്കിലും ആദ്യം അന്വേഷിക്കണം. കാരണം ഓരോരുത്തർ പിന്നെ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ചെറിയ കുട്ടികളെയും കൊണ്ട് റോഡുമ്മക്ക് ഇറങ്ങാന്ന് പറയുന്നത് പറയാൻ എളുപ്പം കഴിയും. പക്ഷേ ഇറങ്ങിയ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തി നോക്കണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ആരും ഒരാളെ ഉപദ്രവിക്കരുത്. സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് വീഡിയോ എങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതും അത് ചെയ്തു തരിക.